അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ദേവന്മാർ വീണ്ടും അവർ യുദ്ധമൊക്കെ ഉണ്ടായി, അസുരന്മാർ ജയിച്ചു. അപ്പോൾ ഹിരണ്യകശിപു തിരിച്ചു വന്നു. അപ്പോൾ കയോധനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി പ്രഹ്ലാദനെയും. അങ്ങനെ ചെറിയ കുട്ടിയാണ് പ്രഹ്ലാദൻ. അപ്പോൾ അവിടെ കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ചേർക്കണം. കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്. അവിടെ ശുക്രാചാര്യരാണ് അവരുടെ ആചാര്യൻ. അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യരാണ്. ആ ശുക്രാചാര്യരുടെ മക്കളുണ്ട് ചണ്ടാമർക്കന്മാർ, ഷണ്ടന്മാർക്കൻ, ചണ്ടാമർക്കന്മാർ എന്നാ പറയുക. അവർ രണ്ടാളെയും കൂടെ കൂടിയിട്ട് അവരെ എടുത്ത് കുട്ടിയെ കൊണ്ടാക്കും. അവർ പഠിപ്പിക്കും. കുറേ ദിവസം പഠിച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപു പറയും, മകനെ ഒരു ദിവസം കൂട്ടിക്കൊണ്ടുവരും, എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ പ്രഹ്ലാദൻ വന്ന് വേഗം അച്ഛൻ്റെ കാക്കൽ നമസ്കരിച്ച് മകനെ പിടിച്ച് മടിയിലിരുത്തും. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുട്ടി പഠിക്കുന്നതൊക്കെ ഈ ഗുരുക്കന്മാരെന്തെങ്കിലും പറഞ്ഞാലും അതൊന്നും ഈ കുട്ടി കേൾക്കില്ല. കുട്ടി എപ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ടാണ്, എപ്പോഴും ഭഗവാനാൽ ആലിംഗനം ചെയ്യപ്പെട്ടുകൊണ്ടാണ് കുട്ടി എപ്പോഴും എന്നാണ്. അപ്പോൾ കുട്ടിയെ പിന്നെ കളിക്കുന്നതൊക്കെ ഭഗവത് പൂജയാണ് കുട്ടിയുടെ കളിയൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഹിരണ്യകശിപു കുട്ടിയെടുത്ത് മടിയിൽ വെച്ച് ആലിംഗനം ചെയ്തപ്പോൾ ഹിരണ്യകശിപുവിന് മേലൊക്കെ രോമാഞ്ചം ഉണ്ടായതാണ്. ഭഗവാനെയാണ് കെട്ടിപ്പിടിക്കുന്നത്, അങ്ങനെ തോന്നിയെന്ന്. അങ്ങനെ എന്നിട്ട് ചോദിച്ചു, നീ എന്താ കുട്ടി ഗുരുക്കന്മാരുടെ അടുത്ത് ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഈ ഗൃഹമാകുന്ന ഈ അന്ധകാരത്തെ അന്ധകൂപം പൊട്ടക്കിണർ, ഗൃഹമാകുന്ന ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറിയിട്ടേ ഭഗവാനെ ഭജിക്കൂ, ഭഗവാനെ ഭജിച്ച് പോവുകയാണ് വേണ്ടത്. ഇതുകൊണ്ടൊന്നും നമുക്ക് ശാശ്വതമായിട്ടൊരു രക്ഷയും കിട്ടില്ല. ഈശ്വര ഭജനാണ് വേണ്ടത്. ഭഗവാനെ ഭജിക്കൂ അച്ഛാ, കാട്ടിൽ പോയി തപസ് ചെയ്യൂ, ഭഗവാനെ ഭജിക്കൂ എന്ന് പറയും. അത് കേട്ടപ്പോൾ ദേഷ്യം വരും, പൊട്ടിച്ചിരിക്കും ഹിരണ്യകശിപു. എന്നിട്ട് പറയും, നിങ്ങൾ ഇതാണല്ലേ എൻ്റെ മകനെ പഠിപ്പിച്ചിരിക്കുന്നത്? അവരോട് ദേഷ്യത്തോടെ നോക്കിയിട്ട് പറയും, ഇതാണ് എൻ്റെ മകനെ പഠിപ്പിച്ചിരിക്കുന്നതല്ലേ, കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഞാൻ. ഇനിയും കൊണ്ടുപോയിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. നമ്മുടെ ധർമാർത്ഥ കാമ 3 ഉള്ളൂ, മോക്ഷമില്ല അവർക്ക്. 4 ഇത് ഇല്ല. ധർമാർത്ഥ കാമ എന്ന് 3 അതാണ് ഇവരുടെ ഇതിൽ പഠിക്കാനുള്ളത്. അതിനെയൊക്കെ പഠിപ്പിക്കണം. അപ്പോൾ പറഞ്ഞു ശരി ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കൊണ്ടുപോയി വീണ്ടും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും കൊണ്ടുവരും. പിന്നെയും കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നിട്ട് കയാതു കുളിപ്പിക്കും, നല്ല ആഹാരമൊക്കെ കൊടുക്കും. എന്നിട്ട് അച്ഛൻ്റെ മുമ്പിലേക്ക് പറഞ്ഞേക്കും. ഭക്തിയോടുകൂടി അച്ഛൻ്റെ കാക്കളിൽ ചെന്ന് നമസ്കരിക്കും പ്രഹ്ലാദൻ. അച്ഛനെടുത്ത് മടിയിൽ വെച്ച് മൂർധാവിൽ ചുംബിച്ച് ചോദിക്കും, മകനെ നീ അന്ന് ചോദിച്ചത് നിങ്ങൾ എന്താ സ്കൂളിൽ പഠിച്ചതെന്നാ, ഇപ്പോൾ ചോദിച്ചു നിന്റെ ഗുരുനാഥൻ പഠിപ്പിച്ചത് എന്താണെന്ന് മാത്രം ചോദിച്ചു പ്രത്യേകിച്ച്. അപ്പോൾ കുട്ടി പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർത്തനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, ഇങ്ങനെ 9 തരത്തിലുള്ള ഭക്തി അതാണ് വേണ്ടത്. ആദ്യം കഥകൾ കേൾക്കുക, പിന്നെ കീർത്തിക്കുക, പിന്നെ ഭഗവാനെ സ്മരിക്കുക, പിന്നെ ഭഗവാന്റെ പാദസേവനം ചെയ്യുക, പിന്നെ ഭഗവാനെ അർച്ചന ചെയ്യുക, പിന്നെ വന്ദനം ഭഗവാനെ വന്ദിക്കുക, നമസ്കരിക്കുകയൊക്കെ ചെയ്യുക, പിന്നെ ഭഗവാന്റെ ദാസനായിട്ടിരിക്കുക, പിന്നെ ഭഗവാന്റെ കൂട്ടുകാരനായ സഖ്യം, പിന്നെ ആത്മനിവേദനം, തന്നെ ഭഗവാന് സമർപ്പിക്കുക. ഈ 9 നവവിധ ഭക്തിയാണ് നമുക്ക് വേണ്ടതെന്നാണ് പഠിച്ചത്. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. കുട്ടിയെ മടിയിൽ നിന്ന് തട്ടി തെറിപ്പിച്ച് പറഞ്ഞു, ഇപ്പം ഇവനെ കൊല്ലണം, ഇനി ഇവൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല. അപ്പോഴേക്കും അനവധി ആളുകൾ അസുരന്മാരൊക്കെ വന്നു കുന്തവും വീട്ടി മറ്റും മറിച്ചും ആയുധങ്ങളും കൊണ്ടുവന്ന് കുത്താനും ഉപദ്രവിക്കാനും, ആനയെ കൊണ്ട് കുത്തിക്കാനും, പാമ്പിനെ കൊണ്ട് കടുപ്പിക്കാനും, അമ്മയെ കൊണ്ട് വിഷം കുടിപ്പിക്കാനും, അങ്ങനെ പലതും. പിന്നെ കുന്നിൻ്റെ മുകളിൽ നിരുട്ടുക, വെള്ളത്തിൽ താഴ്ത്തുക, അങ്ങനെ പല വിദ്യകൾ നോക്കി എന്ത് ചെയ്താലും ഈ പ്രഹ്ലാദൻ ഒരു അപകടവും പറ്റില്ല. കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഉരുട്ടിയ ഭൂമിദേവിയെ കൈകാട്ടി മടിക്കും അത്ര, എന്നിട്ട് താഴത്ത് നിർത്തും. എൻ്റെ ഭർത്താവിൻ്റെ ഭക്തനല്ലേ ഈ വരുന്നത്, അവനെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? അതുപോലെ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തിയാൽ വെള്ളത്തിനടുത്ത് പൊക്കി കരയിൽ വെക്കും. അങ്ങനെ എന്ത് ഉപദ്രവം ചെയ്താലും, ആന കുത്തിയ ആനയുടെ കൊമ്പൊടിയും, ആന ചവിട്ടിയ ആനയുടെ കാല് പൂട്ടും, ആനയുടെ തുമ്പിക്കൈ അലറിയിട്ട് മുറിഞ്ഞിട്ട് അലറിയിട്ട് ഇങ്ങനെ ഓരോ തരത്തിൽ നോക്കിയിട്ട് ഒരു വിസർജനം കഴിയാണ്ടായപ്പോൾ ഹിരണ്യകശിപു വിചാരിക്കും, ഇനി ഇവനെ ഞാൻ തന്നെ കൊല്ലണം, അതേ പറ്റുള്ളൂ, എങ്ങനെ ചെയ്ത് കൊല്ലാൻ പറ്റുന്നില്ല എന്നായപ്പോൾ ഈ ചണ്ടാമർക്കന്മാർ പറയും, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഒന്നുകൂടി കൊണ്ടുപോയി നോക്കട്ടെ. ഒന്നുകൂടി കൊണ്ടുപോയി ശുക്രാചാര്യർ എവിടെയോ യാത്ര പോയിരിക്കുകയാണ്. അപ്പോൾ ശുക്രാചാര്യർ വരുന്നവരെ ഞങ്ങൾ ഇവനെ കെട്ടിയിട്ടിട്ട് നിങ്ങളിതൊക്കെ പഠിപ്പിക്കാൻ നോക്കാം. ഒന്നുമില്ലെങ്കിൽ വേറെ ആരുടെയും കേൾക്കൂലേ, വേറെ ആരാ വരുന്ന് പഠിപ്പിക്കാൻ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവർ പിന്നെയും കൊണ്ടുപോയി വരുണപാശം എന്ന് പറഞ്ഞാൽ മുള്ളുള്ള കയറാത്രേ, അതിൽ മുഴുവൻ മുള്ളാണെന്ന്, അതുകൊണ്ട് കെട്ടിയ ദേഹം മുഴുവൻ വല്ലാത്ത വേദനയായിരിക്കും അത്രേ. ആ വരുണപാശം കൊണ്ട് കെട്ടിയിടും കുട്ടിയെ തൂണിൽ. എന്നിട്ട് ഈ ചണ്ടാമർക്കന്മാർ വേറെ ആളുകളെയൊക്കെ പഠിപ്പിക്കണമല്ലോ, വേറെ ജോലിയുണ്ടല്ലോ അവർക്ക്. അതിനൊക്കെ പോയ സമയത്ത്
ഈ കൂട്ടുകാർ പ്രഹ്ലാദന് കുറേ കൂട്ടുകാരുണ്ട്, നല്ല നല്ല കഥയൊക്കെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കൂലേ. അപ്പോൾ കൂട്ടുകാർ ധാരാളമുണ്ട്. അവരൊക്കെ വന്നിട്ട് പറയും, പ്രഹ്ലാദ എന്തിനാ നീ ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയത്, എന്നിട്ടല്ലേ നീ ഇങ്ങനെ കെട്ടിയിട്ടത്, നമുക്ക് കളിക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്താ ചെയ്യുക. അപ്പോൾ പറഞ്ഞു, സാരില്ല, നിങ്ങൾക്ക് ഞാൻ കഥ പറഞ്ഞുതരാം, ഇവിടെ വന്നിരിക്കുക എല്ലാവരും. എന്നിട്ട് വന്നിരുന്നിട്ട് കൃഷ്ണന് ഭാഗവതം പ്രഹ്ലാദൻ ഈ കൂട്ടുകാർക്കൊക്കെ ഭാഗവതം കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുറേ നല്ല നല്ല കഥകൾ ഇങ്ങനെ നാമം ജപിക്കണം, ഭഗവാനെ ഭജിക്കണം, നമസ്കരിക്കണം, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ കൂട്ടുകാർ ചോദിക്കും, ഞങ്ങളാരും ഇതൊന്നും കേട്ടില്ലല്ലോ, നിനക്കെപ്പോഴാണ് ഗുരുനാഥൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്, ആരാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ തൻ്റെ ഈ കഥ അവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദേവേന്ദ്രൻ അമ്മയെ പിടിച്ച് കൊണ്ടുപോയതും നാരദൻ രക്ഷിച്ചതും തനിക്ക് ഈ കഥ പറഞ്ഞതും അമ്മ അതൊക്കെ മറന്നുപോയി, ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. എൻ്റെ ഭഗവാനാണ് എന്നെ എല്ലാ സ്ഥലത്തു നിന്നും രക്ഷിക്കുന്നത്, എന്ത് ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും, എനിക്കൊരു അപകടവും വരില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വലിയ, അതുകൊണ്ട് നമ്മളൊക്കെ നാമം ജപിക്കണം, എപ്പോഴും നാരായണ 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 ജപിക്കണം, അതാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ ജപിക്കാൻ തുടങ്ങും. എല്ലാ കുട്ടികളും കൂടി ചണ്ടാമർക്കന്മാർ വരുമ്പോഴേക്ക് കുട്ടികളെല്ലാവരും പ്രഹ്ലാദനും കൂടിയിട്ട് ഉറച്ച് നാമം ജപിക്കുക ഇവിടെ. അത് കേട്ടപ്പോൾ അവർ പേടിച്ച് പറക്കും. അവരപ്പം തന്നെ ഈ കെട്ടുന്നൊക്കെ അഴിച്ച് പ്രഹ്ലാദനെ കൊണ്ട് ഹിരണ്യകശിപുവിന് മുമ്പ് ചെന്ന് പറയും, ഞങ്ങൾക്ക് രക്ഷയില്ല, ഇപ്പോൾ ഇവനെ നന്നാക്കാൻ പോയിട്ട് എല്ലാവരും ചീത്തയായി, അങ്ങനെയുണ്ടായി, എല്ലാവരും കൂടി നാമം ജപിക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാനിവനെ കൊല്ലാം, എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഇവൻ്റെ മരണം നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ കളിക്കുന്നത്.